നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് അഞ്ചുതെങ്ങ് കോട്ടയിലാണ്. വർക്കലയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 32 കിലോമീറ്ററും അകലെയാണ് അഞ്ചുതെങ്ങ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ പുരാതന കോട്ട അഞ്ചങ്കോ കോട്ട എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്കടുത്ത് കടലിനും കായലിനും ഇടയിലുള്ള ഒരു ചെറിയ തീരദേശ പട്ടണമാണ് അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് എന്ന വാക്കിനെ തെറ്റായി ഉച്ചരിച്ചാണ് അഞ്ചങ്കോ എന്ന വാക്കായി പരിണമിച്ചത്. ഈ കോട്ടയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് ഇവിടെ ഈ കാണുന്ന തുരങ്കപാതയാണ്. ഇപ്പോൾ അത് അടച്ച് ഒരു സ്റ്റോർ റൂം ആക്കിയിരിക്കുകയാണ്. ഈ തുരങ്കപാത നേരെ ചെന്നെത്തുന്നത് കടലിലേക്കാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ചരക്കുകളും ആയുധങ്ങളും മറ്റും കപ്പലിൽ നിന്നും ഇറക്കി ഇതുവഴിയാണ് കൊണ്ടുവന്നിരുന്നത്. ഒരാളുടെ പശു അത് അന്വേഷിച്ചു പോയ ഉടമയും കൂടാതെ ഈ തുരങ്കം കാണാൻ പോയ മറ്റു 2 പേരും മടങ്ങി വന്നിട്ടില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇന്നും അജ്ഞാതമാണ്. അതിനുശേഷമാണ് ഈ തുരങ്കപാത അടച്ചത്. ഈ കാണുന്ന തൂണുകൾ കണ്ടില്ലേ? ഇത് തദ്ദേശീയരായിട്ടുള്ളവരെ ചാട്ടവാറുകൊണ്ട് അടിച്ച് ശിക്ഷ നടപ്പാക്കാനായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നതാണ്. ആളുകളുടെ ദേഹത്ത് പലക കെട്ടി ഈ തൂണുമായി ബന്ധിപ്പിച്ചാണ് ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നത്. അഞ്ചുതെങ്ങ് കോട്ട എന്ന് നാം കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ആറ്റിങ്ങൽ കലാപമായിരിക്കും. 1721 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികരെ തദ്ദേശീയരായവർ കൂട്ടക്കൊല ചെയ്തതും തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചതുമാണ് ആറ്റിങ്ങൽ കലാപം. വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കൃത്രിമം കാണിച്ചതുമായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കല്ലറകളും കാണാൻ കഴിയും. ഇതിന്റെ മുകളിൽ നിന്നാൽ കടൽ കാണാൻ കഴിയും. കടലിനോട് ചേർന്നാണ് കോട്ട ഉള്ളത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് വീടുകളും ഇവിടെ കാണാം. ഏകദേശം 256 അടി ചതുരശ്ര വിസ്തീർണമുള്ള ഈ കോട്ടയിൽ 4 കൊത്തളങ്ങളുണ്ട്. അവയിൽ ഓരോന്നിലും തോക്കുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിച്ചിരുന്നു. തുടക്കകാലത്ത് അഞ്ചങ്കോ കോട്ട ബോംബെ കാസിൽ കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന കോട്ടയായിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ കോട്ട ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു. 1802 260 ടൺ ഭാരമുള്ള ഒരു കപ്പൽ ഈ കോട്ടയിൽ നിർമ്മിക്കപ്പെട്ടു. അത്രയും വലിപ്പമുള്ള ആദ്യത്തെ കപ്പലിലെ ഉടമയായ ജോൺ ടാഡി ഡൈൻ അഞ്ചുതെങ്ങിലെ അവസാനത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിവാസികളിൽ ഒരാളായിരുന്നു. മുൻകാലങ്ങളിൽ വിവിധ കൊളോണിയൽ ശക്തികൾ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1684 ഇവിടെ ആദ്യത്തെ വ്യാപാര സ്ഥലം സ്ഥാപിക്കുകയും കോട്ട നിർമ്മിക്കുകയും ചെയ്തു. 1693 നവംബറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനറൽ ജോൺ ബ്രാബോൺ അവിടുത്തെ റാണിയായ അഷൂരയിൽ നിന്ന് ഒരു കോട്ട പണിയുന്നതിനുള്ള അനുമതി നേടി. അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയാണ് റാണി അഷൂര എന്നറിയപ്പെടുന്നത്.
ആറ്റിങ്ങലിന്റെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക നേടുക എന്നതും അവരുടെ ലക്ഷ്യമായിരുന്നു. ഇവിടെ ബ്രിട്ടീഷുകാർ കോട്ട നിർമ്മിക്കുന്നത് ആദ്യമേ തന്നെ 5 തെങ്ങിൽ ആധിപത്യം സ്ഥാപിച്ച ഡച്ചുകാർക്ക് അവരുടെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഡച്ചുകാർ റാണിയെ സമ്മർദ്ദത്തിലാക്കി. നിർമ്മാണം നിർത്താൻ റാണി ബ്രാബോണിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം റാണിയുടെ ഉത്തരവുകൾ അവഗണിച്ചു. തുടർന്ന് റാണി ബ്രിട്ടീഷുകാരെ പട്ടിണിയിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ കടലിൽ നിന്ന് അവ വിതരണം ചെയ്യാൻ കഴിയുമെന്നതിനാൽ കര ഉപരോധം ഫലപ്രദമായില്ല. അതിനാൽ ബ്രാബോണിനെതിരെ റാണി ഒരു സായുധ സേനയെ അയച്ചു. പക്ഷെ അദ്ദേഹം അത് പരാജയപ്പെടുത്തി. 1699 ഈ കോട്ട പൂർത്തീകരിച്ചു. ഇതിനടുത്ത് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. അതിനുള്ളിൽ കയറാൻ കഴിയും. ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്കുള്ള ആദ്യത്തെ സിഗ്നലിംഗ് സ്റ്റേഷനായി പ്രവർത്തിക്കുകയും ചെയ്തു.